നിങ്ങൾക്കറിയാമോ, ക്രിസ്ത്യാനിയായ ഒരു ലെബനൻ യുവതി ഇന്ത്യയിലെ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണെന്ന്? നെറ്റ് ചുളിയാൻ ഒന്നിലേറെ ഘടകങ്ങൾ ഈ ചോദ്യത്തിലുണ്ടല്ലേ. ഒരു യുവതി പൂജാരിയാവുകയോ, അതും ക്രിസ്ത്യാനി, അതും പോരാഞ്ഞ് വിദേശിയും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്നാൽ ഇതൊരു കെട്ടുകഥയല്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ആർത്തവമുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രവേശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും, എന്തിന് വിശുദ്ധ ഗ്രന്ഥങ്ങൾ തൊടുന്നതിന് പോലും വിലക്കുണ്ട്. എന്നാൽ ആർത്തവ സമയത്ത് പോലും ഈ ക്ഷേത്രത്തിൽ യുവതികൾ ശ്രീകോവിലിനുള്ളിൽ കടന്ന് പൂജ ചെയ്യുന്നു. ഇക്കുറി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ സവിശേഷ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെള്ളിയാങ്കിരി പർവ്വത നിരകളുടെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മാ ലിംഗഭൈരവി ക്ഷേത്രം. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ സദ്ഗുരു ജഗി വാസുദേവ് ആശ്രമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രാണപ്രതിഷ്ഠാ കർമ്മങ്ങളിലൂടെ സദ്ഗുരുവാണ് ലിംഗഭൈരവിയെ പ്രതിഷ്ഠിച്ചത്. സ്ത്രീലിംഗത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്വരൂപമായാണ് ദേവിയെ കണക്കാക്കുന്നത്. ഇത് വർത്തമാനകാല ഇന്ത്യൻ ആചാരങ്ങളിൽ ഒരു റിബൽ ക്ഷേത്രമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനാദ്യം ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ദേവിയുടെ വാസസ്ഥലത്തിൻ്റെ അഥവാ ശ്രീകോവിലിൻ്റെ ചുമരുകളിൽ ഒരു വിപരീത ത്രികോണം ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് സൃഷ്ടിയുടെ സ്ത്രീലിംഗത്തെ പ്രതീകപ്പെടുത്തുന്നതാണ്. അതേസമയം ഉള്ളിലെ ഒരു ചെറിയ ത്രികോണം ഗർഭപാത്രത്തിനുള്ളിൽ ജനിച്ചിട്ടില്ലാത്ത പുല്ലിംഗത്തെയും പ്രതിനിധീകരിക്കുന്നു. അതെ, ഈ ക്ഷേത്രം സൃഷ്ടിയുടെ നേർരൂപമായ സ്ത്രീ ശരീരത്തെ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ യോനി രൂപത്തെ ആരാധിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആർത്തവമുള്ള സ്ത്രീകൾ അശുദ്ധരല്ല. ഭൈരാഗിണി മാ എന്നറിയപ്പെടുന്ന വനിതകളാണ് മാ ലിംഗഭൈരവി ക്ഷേത്രത്തിലെ പൂജാരിമാർ. കടും ചുവപ്പ് വസ്ത്രങ്ങൾ ധരിച്ച ഈ യുവതികൾ ഇവിടെ ശ്രീകോവിലിനുള്ളിൽ കടന്നാണ് പൂജ ചെയ്യുന്നത്. അത് തങ്ങളുടെ ആർത്തവ സമയത്തും മുടക്കമില്ലാതെ തുടരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ജാതികളിലും മതത്തിലും പെട്ടവർ ഇവിടെ പൂജാരിമാരായി എത്തുന്നു എന്നതാണ്. നമുക്കിവിടുത്തെ ഇപ്പോഴത്തെ ഭൈരാഗിണി മായെ ഒന്ന് പരിചയപ്പെടാം. ഇത് ഭൈരാഗിണി മാ ഹനീൻ. ക്രിസ്ത്യാനിയാണ്, ഇന്ത്യക്കാരിയുമല്ല. ലെബനനാണ് സ്വദേശം. വയസ്സ് വെറും 37. തൻ്റെ 25ാമത്തെ വയസ്സിലാണ് ഹനീൻ ആഡംബരപൂർണ്ണമായ തൻ്റെ ജീവിതത്തിന് വിരാമം വിട്ട് ആത്മീയതയിലേക്ക് തിരിയുന്നത്. വളരെ ഉയർന്ന ശമ്പളത്തിൽ ക്രിയേറ്റീവ് ആർട്ട് ഡയറക്ടറായി ലെബനനിൽ ജോലി ചെയ്യുകയായിരുന്നു ഹനീൻ. പണം ആവശ്യത്തിലും അധികം, ആഡംബരവും ഉല്ലാസവും അതിലുമേറെ. തൻ്റെ യൗവനം നന്നായി ആഘോഷിച്ച് മുന്നോട്ട് പോകവെയാണ് ആ യുവതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ആകസ്മിക മരണം സംഭവിക്കുന്നത്. ജീവിതത്തിലെ നിരർത്ഥകത സംബന്ധിച്ച് ഇതോടെ ആ യുവതിയുടെ മനസ്സിൽ അനേകം ചോദ്യങ്ങൾ ഉയർന്നു. ജനനത്തിൻ്റെ പൊരുൾ തേടി ഇറങ്ങാൻ ആ സംഭവം അവരെ പ്രേരിപ്പിച്ചു. അങ്ങനെ തൻ്റെ 25ാമത്തെ വയസ്സിൽ ഹനീൻ കോയമ്പത്തൂരിലെ സദ്ഗുരു ജഗി വാസുദേവ് ആശ്രമത്തിലെത്തി. 2005 ഇഷ യോഗ സെൻറ്ററിൽ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഹനീൻ ആശ്രമത്തിലെത്തുന്നത്. പരിപാടി കഴിഞ്ഞതോടെ ലെബനനിലേക്ക് തിരികെ പോയ ഹനീൻ ജോലി രാജിവെച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇവിടേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. 2009 ഭൈരാഗിണി ക്ഷേത്രത്തിലെ മുഴുവൻ സമയ വോളണ്ടിയറായി പ്രവർത്തിക്കാൻ ഹനീൻ കോയമ്പത്തൂരിലെത്തിയത്. തൻ്റെ ജന്മനാട്ടിൽ ആത്മീയത, യോഗ ഇവയൊന്നുമില്ലെന്ന് അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെത്തിയതിനു ശേഷം എല്ലാ കാര്യങ്ങളിലും സ്വമേധയാ പങ്കെടുത്തുവെന്നും അത് തനിക്ക് എന്തെന്നില്ലാത്ത സംതൃപ്തി തന്നുവെന്നും ഹനീൻ പറയുന്നു. 2 വർഷം മുൻപാണ് സദ്ഗുരു ഭൈരാഗിണി മാ ആയി മാറാൻ പ്രചോദനം നൽകിയതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ലിംഗഭൈരവി ദേവി ക്ഷേത്രത്തിലെ പുരോഹിതരുടെ സ്ഥാനപ്പേരാണ് ഭൈരാഗിണി മാ എന്നത്. ദേവിയുടെ നിറം എന്നാണ് ഭൈരാഗിണി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദേവിയുടെ പ്രതിഫലനമായാണ് ഭൈരാഗിണി മായെ കണക്കാക്കുന്നത്. ഇവരിൽ ദൈവാംശമുണ്ടെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ലിംഗഭൈരവി ക്ഷേത്രത്തിൻ്റെ സംരക്ഷകയാണ് ഭൈരാഗിണി മാ. ക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും പൂജകളും നടത്തുന്നതും അവരാണ്. ഒരു വിദേശ വനിത ഇത്രയും കൃത്യതയോടെ പൂജകൾ ചെയ്യുന്നത് ക്ഷേത്രത്തിലെത്തുന്നവരെ ആകെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. താൻ ഇപ്പോഴും ക്രിസ്ത്യാനി തന്നെയാണെന്നും മതം മാറിയിട്ടില്ലെന്നും ഭൈരാഗിണി മാ ഹനീൻ പറയുന്നു. മതം മാറാൻ തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. തൻ്റെ കുടുംബമാണ് ഏറ്റവും വലിയ പിന്തുണയെന്നും അവരെ ഇതുവരെയും ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഹനീൻ പറഞ്ഞു. തുടക്കത്തിൽ താൻ എന്താണ് ചെയ്യുന്നതെന്നും എന്തിനാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ തന്നിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ അവർക്കും ആകാംക്ഷയായി. ഇപ്പോൾ ഇന്ത്യയിലെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അവർ എല്ലാവരോടും പറയാറുണ്ടെന്നും തന്നെക്കുറിച്ച് കുടുംബം അഭിമാനിക്കുന്നുണ്ടെന്നും ഭൈരാഗിണി മാ ഹനീൻ കൂട്ടിച്ചേർത്തു. ഭൈരവിയുടെ കൃപ സമ്പാദിക്കുന്നവർ ജീവിതത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ദാരിദ്ര്യത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ഉള്ള ആശങ്കയിലോ ഭയത്തിലോ ജീവിക്കേണ്ടതില്ലെന്നാണ് ലിംഗഭൈരവി ദേവിയെക്കുറിച്ച് സദ്ഗുരു ഒരിക്കൽ പറഞ്ഞത്. ഭൈരവിയുടെ കൃപ സമ്പാദിച്ചാൽ മാത്രം മനുഷ്യൻ ക്ഷേമമായി കരുതുന്നതെല്ലാം അവരുടേതായിരിക്കുമെന്നും സദ്ഗുരു പറയുന്നു.
ഇതെല്ലാം വിശ്വാസമാണ്, ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ.